അപ്പം ഞാൻ ഇന്നൊരു ബെന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സോഫ്റ്റ് ഉള്ള ബെന്ന്, കടയിൽ കിട്ടുന്ന ബെന്ന് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. നല്ല ഈസിയാണ്, അധികം ചിലവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇതിന് എന്താ പറയുക, കുട്ടികൾക്ക് ബർഗർ ഉണ്ടാക്കാനും അതുപോലെ ചായൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു ബെന്നാണിത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഓവനിലും ഉണ്ടാക്കുന്നുണ്ട്, അടുപ്പിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ഞാനതിന് വേണ്ട ഒരു 3/4 ഗ്ലാസ് ചൂടുള്ള പാലെടുത്തിട്ട്, ചെറിയ ചൂടുള്ള പാലാണ്. ഇതിലേക്ക് ചെറിയ സ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് പഞ്ചസാരയും ഒരല്പം 2 സ്പൂണ് പോലെ ഓയിലും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഈസ്റ്റ് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് പൊന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടുത്തെ ഈസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടി കാണിച്ചു തന്നതാണ്. ഈ ഈസ്റ്റ് നേരിട്ട് തന്നെ പൊടിയിലേക്ക് ചേർക്കാം. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക്. ഇനി അതിലേക്ക് വേണ്ട മൈദ നമുക്ക് തരിച്ചെടുക്കാം. ഞാൻ 3/4 കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തരിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ പൊങ്ങാൻ വെച്ച ഈസ്റ്റും പഞ്ചസാരയും ഓയിലും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരല്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ടില്ല, കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇത് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് അല്പം വെള്ളം ഇതിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പച്ചവെള്ളം തന്നെയാണ് ആ ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം കൂട്ടിയിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവണം നമ്മൾ ഈ വെക്കണ മാവ്. ഇപ്പം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കൈയൊക്കെ വെച്ചാൽ അതിൽ പൂന്തിപ്പോവും. അങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ല ഇനി ഉരുളയാക്കിയിട്ട് നമ്മൾ 1 മണിക്കൂർ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെക്കുക. ഇനി ഒരു പാത്രം വെച്ചിട്ട് അടച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ബോളാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിനെ ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ നീട്ടിയെടുക്കണം, ഉരുളകളാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ നീട്ടി വെക്കുക. എന്നിട്ട് നമുക്ക് ഉരുളകൾ മുറിച്ചെടുക്കാം. ഇതേമാതിരി കുറച്ചിങ്ങനെ മുറിച്ചിട്ട് നമുക്ക് പിന്നെ എത്ര പീസാണ് വേണ്ടത് വെച്ചാൽ അതിന് ഉരുളകളാക്കി നല്ല ഷേപ്പാക്കി ഇത് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇങ്ങനെ ഉരുളകളാക്കി വെച്ച് കൊടുക്കുക. ഇതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അരമണിക്കൂറോ, നല്ല സോഫ്റ്റ് ആയിക്കണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊന്തി വരും. എന്നതിന് ശേഷമാണ് ഇത് ഓവനിൽ വെച്ചിട്ട് ഇതാക്കുക. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, ബെന്നിൻ്റെ വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു മുട്ട നന്നായിട്ട് അടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണത്, ബെന്നിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാ ഇതിലും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മുട്ടയ്ക്ക് എല്ലാ ഇതിലും ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓവനിലേക്ക് വെക്കാം. ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ബെന്ന് പാകമായി വരും. ഇനി ഞാൻ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ട് ചൂടാകാൻ വെച്ചിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് മുട്ടൻ്റെ ഇതൊക്കെ തേച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ വെച്ചത് ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. ഓവനിൽ വെച്ചതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു അല്പം കൂടി മുട്ടയുടെ ഇത് പിന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ വെളുത്ത എള്ള് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബർഗറിൻ്റെ കൂടെയും ബ്രോസ്റ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവുന്ന ഒരു ബെന്ന് ഇതേപോലെ വെളുത്ത എള്ള് മുകളിലുണ്ടാവും. ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനക്ക് ഒന്നും കൂടി ഒന്ന് വെക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേമാതിരി സോഫ്റ്റ് ബെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഈസിയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങൊന്നും വേണ്ട. നല്ല സുഖമാണ് ഉണ്ടാക്കാനും. നമുക്ക് ഇഡ്ഡലി തട്ടിൻ്റെ ആ ഒരു കുഴിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഒരു സമയം 6-7 പിന്നെ ബെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ഉള്ളൊരു ബെന്ന് തന്നെയാണ്. നമുക്ക് മക്കൾക്കൊക്കെ ബർഗറും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പറ്റിയ തന്നെയാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കൊണ്ട് ഉണ്ടാക്കുകയാണ്. ഓയിലും അതുപോലെ ഈസ്റ്റും പാലും പഞ്ചസാരയും. പാല് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ എടുത്താൽ മതി. പച്ചവെള്ളത്തിലായാലും ഈ ഒരു സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.